സ്കൂൾ വിട്ടിട്ട് പോയാൽ മതിയാണോ കാരണം അല്ല മുത്തേ എക്സാം ഒന്ന് എഴുതിട്ട് വരണട്ടാ. സ്കൂളിൽ പോയിട്ട് എക്സാം എഴുതിട്ട് വരണട്ടാ. എത്ര പൈസയുടെ ചുത്തിന് ഇത് എടുത്തേക്കാട്ടാ ഭദ്രമായിട്ട്. ആ വന്ന് രാവിലെ വണ്ടി കയറുന്ന സമയത്ത് മുത്തച്ഛൻ കൊടുത്ത പൈസ അമ്മ എടുത്തു വെക്കട്ടെ പറഞ്ഞപ്പോ പറഞ്ഞ ഡയലോഗ് എന്താറോ, അപ്പൊ ഞാനെനിക്ക് പൈസ വേണ്ടേന്ന്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ കുട്ടീനെ ഒരുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അയക്കുന്നവരേക്കുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനാണ് ചെയ്യുന്നത്. ഇന്നും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഹലോ, അതെയോ റെഡി പോരായില്ലേ? എങ്ങനെയുണ്ട്? എല്ലാം കറക്റ്റായിരുന്നോ? എല്ലാം കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ മുടി കെട്ടിയിരുന്ന് റെഡി ആയാൽ മതി. 10 മിനിറ്റിൽ റെഡിയാവും. 10 minutes. അച്ഛൻ വരുമ്പോൾ മാത്രം കിട്ടുന്ന എനിക്കൊരു സൗകര്യമാണ്. ഇല്ലെങ്കിൽ പൊടിപ്പിടിക്കണം. കോപ്പറേറ്റീവ് കാണിച്ചോ? എന്തിനു അവനെ കൊഞ്ഞനും കുത്തിനെ പാര്? എന്തായാലും മുത്തശ്ശി ഇങ്ങനെ അമ്മ അതാ പോവാണ്. ഇവിടുന്ന് ട്രെയിനൊക്കെ കേറിയിട്ട് സെന്ററിലേക്ക് പോവാണ്. അവള് നാളെ പോയാൽ മതി, ഓഫീസ് അല്ല എനിക്ക് സ്കൂൾ വിട്ടിട്ട് പോയാൽ മതിയാണോ കാരണം അല്ല മുത്തേ എക്സാം ഒന്ന് എഴുതിട്ട് വരണട്ടാ. സ്കൂളിൽ പോയിട്ട് എക്സാം എഴുതിട്ട് വരണട്ടാ. പഠിക്കല്ലേ വരാൻ പറ്റുള്ളൂ. അവിടേക്ക് വന്നാ ചോദിക്കാതെ അവിടെ ബാബ ലീവ് പറഞ്ഞ എന്താ ചോദ്യം? വിശ്രാന്തിക്കല്ല, അമ്പാടി. ലീവ് കഴിഞ്ഞ അമ്പാടി ലീവ് വരും കേട്ടാ. വാവയ്ക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണല്ലോ. ഇനി വെയിൽ കൊള്ളില്ലല്ലോ. ശരിക്കൊരു കുത്തു കൊടുക്കട്ടെ. എന്താ കൊഞ്ഞനം കുത്തുന്ന നോക്കും? അതെന്താ പുതിയ സൈഡ് ഇട്ട് കൊഞ്ഞനം കുത്തല്? കണ്ണട വരെ അളക്കുന്ന കൊഞ്ഞനം കുത്ത്. ഒടിച്ചിരുന്നാ ചെത്തനെ കാണില്ല കേട്ടാ. പുതിയ ഉടുപ്പൊക്കെ കാണണ്ടേ? പുതിയ ഉടുപ്പ് ക്യാമറയിൽ കാണണ്ടേ? ഫോട്ടോ ബുക്ക് ചെയ്തോ? വന്നോ? ഒമ്പതേ കാല് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. ദോശ, സാമ്പാർ, പഴം, പരിപ്പുവട, ഉഴുന്നുവട എല്ലാ ഐറ്റം ഉണ്ട്. പുട്ടുണ്ട്. ഇതാ പുട്ടും കൊണ്ട് അമ്മ തരുന്നു. നല്ല ചൂടുള്ള പൊട്ടിട്ടോളൂ. അതന്നെ പറഞ്ഞത്, അച്ഛൻ കഴിക്കാൻ ഒരു പൊട്ടും കൂടി ഇട്ടോളും. അല്ല നീ ചൂട് അപ്പഴേ വേണ്ടേ. നല്ല പുതുമ. ഈ വണ്ടി വരെ 10 മിനിറ്റ് ആവും. ആയിക്കോട്ടെ, എന്നിട്ട് മതി. അല്ല നമ്മ കഴിക്കുമ്പോ അതിപ്പോ ഇരുന്ന് കഴിഞ്ഞാൽ 1.5 മണിക്കൂറാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിക്കുമ്പോഴേക്കും ഇതിൽ ഇനി 8 മിനിറ്റ് കാണിക്കില്ല. അത്രേ ഉള്ളൂ. മറ്റേ വളരെ കോപ്പറേറ്റീവോ മുസ്ലിം ഡ്രൈവേഴ്സ് നല്ല റെസ്പെക്ട് ഉണ്ടോ? നമ്മുടെ ആൾക്കാരാ അടിച്ച് ചാടലും ഇതുണ്ടല്ലോ. ഈ റോഡൊക്കെ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവര് കിടന്ന് ഒച്ചമുളിയൊക്കെ കൂട്ടാൻ തുടങ്ങും. ഇരുന്നങ്ങനെ രാഗി പ്രാകലന്നല്ലേ. എന്ത് റോഡാണ് ഇവിടേക്കൊക്കെ പൈസ കൊടുത്തിട്ട് നമ്മളെ കൂട്ടി തരാനാണ് കിടന്നിട്ട് കയറ് പൊട്ടി കിടന്നത്. ഇപ്പൊ പക്ഷെ ഇയാളെ കൂട്ടി ചോദിച്ചു റോഡ് ഇങ്ങോട്ട് കാണാൻ മട പെയ്ത് പോകണം. ഇങ്ങോട്ട് കിടക്കില്ല കേട്ടോ. അവിടെ വെള്ളം കെട്ടി കിടന്നിട്ട് അതിനു വേണ്ടിയാണ് ഇന്നലെ ശ്രീനിവാസൻ സാറിനെ കാണാൻ വേണ്ടിട്ട് അവിടെ ആളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉണ്ണിനോട് ഫോൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മൂപ്പരെ കൂട്ടിയിട്ട് 4 പേരും കൂട്ടിയിട്ട് പോവാ വിചാരിച്ചൊന്നല്ലേ. ഉണ്ണിയും ഞാനും മൂപ്പരും വേറെ 4 പേരും കൂടെ കൂട്ടിയിട്ട് കൗൺസിലറെ പോയി കാണാന്ന് വിചാരിച്ചു. ഇന്ന് റെഡിയായി അവിടെ പോയിട്ട് ഉണ്ണി പറഞ്ഞോട് ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ശ്രീനിവാസൻ സാറിന് ഫോൺ ചെയ്യുന്നു. 1 പ്രാവശ്യം ചെയ്ത്, 2 പ്രാവശ്യം ചെയ്ത്, 3 പ്രാവശ്യം ചെയ്ത് എടുത്തിട്ടില്ല. അവരെ തിരിച്ചു വിളിക്കണ്ടേ? തിരിച്ചും വിളിയില്ല. അപ്പൊ അതിനർത്ഥം അച്ഛൻ്റെ ഓട്ടോറിക്ഷ വന്നു. അത് അച്ഛൻ കയറി പോവാണ്. അമ്മ നേരത്തെ പോയോണ്ട് ഇനി
അച്ഛൻ അങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് പോകും അമ്മ. കാണാനില്ല, ഞാൻ കൊണ്ടെത്തി. ഇപ്പോൾ അതാ 2:15 ചെറുപയർ ദോശ, ഉള്ളി ചമ്മന്തി, കേബേജ് ഉപ്പേരി, സാമ്പാർ, ചട്നി, പിന്നെ പപ്പടവും. ബീൻസ് ക്യാരറ്റ് ഉപ്പേരി ഇതാ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ, ആയിട്ടില്ല. ഒന്ന് ഇളക്കണം. നോക്കട്ടെ, ഇതിത്തിരി വളർന്നു. ആയിട്ടില്ല ഒന്നും. നമ്മളെ പാത്രം എടുത്തിട്ട് വന്നിട്ട് എന്താ കാര്യം? അത് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കണ്ടേ? അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കേണ്ടി വരും. അവർക്ക് അച്ഛൻ തരാ ഇത്രയൊന്നും പറഞ്ഞാ പോരാ, ആയിട്ട് തന്നെ വേണം. അവർക്ക് ഉണ്ടാക്കണം പൈസ. ജോലി കൊണ്ടായിട്ടാ ജോലിക്ക് ഉണ്ടാക്കി തരണോ? കൊണ്ടാക്കേ സ്കൂളിൽ ശരി, ശരി. അച്ഛൻ ജോലി കിട്ടുമോ നോക്കട്ടെ കേട്ടോ. എവിടെയും അന്വേഷിക്കാം. ആയിക്കോട്ടെ, പറഞ്ഞ പോലെ. ശരി ശരി. അതെന്താ അത്? എവിടെ പോയിട്ട് വീണേ? കൈയെടുക്ക്. ഇതെന്താ പിന്നെ വീണ പാട് പോലെ ഉണ്ടല്ലോ, ചോര കലച്ച പോലെ. ചോര കലച്ച പോലെ ഉണ്ടല്ലോ. കല്ലുണ്ട്. കല്ലല്ല, എവിടെ പോയിട്ട് വീണ സത്യം പറ. അച്ഛൻ ഞെക്കി വെക്കട്ടെ, അച്ഛൻ ഞെക്കി വെക്കട്ടെ. ഞാനുണ്ടാ മണ്ണാ? അച്ഛൻ കഴിഞ്ഞു. മുട്ടം കുത്തി വീണിട്ടുണ്ട് കളിക്കാൻ പോയപ്പോ. ഇല്ലേ, മണ്ണാണേ. എവിടെ കണ്ടു ഉരുണ്ടിട്ട് വരികയാണേ. പിന്നെ എങ്ങനെ മുട്ടമ്പ് മണ്ണ് വരണേ? എത്ര പൈസയുടെ ചുത്തിന്? ഇത് എടുത്തു വെക്കണം കേട്ടോ ഭദ്രമായിട്ട്. ആ, കുട്ടികൾക്ക് സേവിങ്സ് വേണ്ടേ? എന്ത് ഇഞ്ചി കടിച്ച് കൊരകനെ പോലെ ഇരിക്കുന്ന മുഖം അങ്ങോട്ട് വെക്കാം. അമ്മ തന്നു, മുത്തശ്ശി തന്നു, അച്ഛൻ തന്നു, മുത്തച്ഛൻ തന്നു, എല്ലാരും തന്നത് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അമ്മമ്മയും തന്നോ? അച്ഛനറിയില്ല. വാവ പറ. ആ, അമ്മമ്മ ഇനി വരുമ്പോ തന്നോളൂ. ഓക്കെ, നമുക്ക് ബെഡ്റൂമിന്റെ അവിടെ എടുത്ത് വെക്കണം കേട്ടോ. ആ വന്ന് രാവിലെ വണ്ടി കയറുന്ന സമയത്ത് മുത്തച്ഛൻ കൊടുത്ത പൈസ അമ്മ എടുത്ത് വെക്കട്ടെ പറഞ്ഞപ്പോ പറഞ്ഞ ഡയലോഗ് എന്താറോ? അപ്പൊ ഞാനെനിക്ക് പൈസ വേണ്ടേന്ന്. അവൾക്ക് പൈസ വേണ്ടേ, അവൾക്ക് എടുത്ത് വെക്കണ്ടേന്ന്. അപ്പൊ പിന്നെ ഞാൻ അന്ന് ഉറപ്പിച്ചതാ ഇവൾക്കൊരു പെട്ടി വേണം പൈസ ഇടാൻ. അങ്ങനെ ചൊത്തിന് സ്വന്തമായിട്ടൊരു പെട്ടിയായി പൈസ ഒക്കെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മ ഒരു ഉണ്ടിയൽ വാങ്ങിച്ചാലോ കേട്ടോ. കേട്ടുവാവേ, ആ ഉണ്ടിയലാവുമ്പോ ഉണ്ടല്ലോ ലോക്ക് ഉണ്ടാവും. അങ്ങനെ ആർക്കും എടുത്ത് തുറക്കാൻ പറ്റില്ല. നമുക്ക് നല്ല ചേർന്ന് വെച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൂട്ടെടുത്ത് തുറന്നിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യാം. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ പൈസേനെ കുറിച്ചിട്ടും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെറിയ കാലത്ത് ഇതൊക്കെ പഠിച്ച് തലയിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതാകുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടാവും. ഇല്ലെങ്കിൽ പണം ദൂർത്തടിക്കുന്ന ഒരു കുട്ടികളായിട്ട് മാറുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞു കളിക്ക് സമയമില്ല. നീക്ക് കഴിഞ്ഞിട്ട് 2 കൂടെ ഉള്ളു, അത് കൂടി കഴിഞ്ഞ് കളിച്ചേ. വാവക്കുട്ടിയുടെ അടുത്ത എക്സാം നാളെ ഉണ്ട്. ഇംഗ്ലീഷാണ് തോന്നുന്നുണ്ട്. അപ്പം അതിൻ്റെ പഠനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ തന്നെയാണ് ടീച്ചറും. അമ്മമാർ ടീച്ചർമാരാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള ദേഷ്യം എന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കും. പക്ഷേ പൈസ കിട്ടുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും. നമുക്ക് ഒരു മാസ ശമ്പളം എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ല. കൃത്യമായിട്ട് മാസം ഇന്ന ഡേറ്റിന് സാലറി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പക്ഷേ ഫ്രീലാൻസായിട്ട് എന്നെപ്പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥിതി വേറൊരു രീതിയിലാണ്. അവർക്ക് ചെയ്ത ജോലിയുടെ ശമ്പളം അല്ലെങ്കിൽ ഈ പറയുന്ന കൂലി എന്ന് പറയുന്നത് എപ്പോൾ കിട്ടും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പറയാൻ കാരണം ഞാൻ ചെയ്ത വർക്കിൻ്റെ ആ ഒരു കൂലി കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. പലപ്പോഴും ചെറിയൊരു ഫണ്ടാണെങ്കിൽ പ്രശ്നം വരില്ല. കുറച്ച് വലിയൊരു ഫണ്ടൊക്കെ ആവുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഒറ്റയടിക്ക് അത് റിമിറ്റ് ചെയ്യണ്ടേ. അത് അവർക്കൊരു സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.